പത്തനംതിട്ടയിൽ ജില്ലയിലെ പ്രളയഭീതി ഒഴിയുന്നുവെന്ന ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ജില്ലയിലെ പ്രധാന പ്രദേശങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞുവെങ്കിലും ചിലയിടങ്ങളിൽ അതുപോലെ തന്നെ തുടരുകയാണ്. ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന ആറന്മുള തിരുവല്ല റോഡുകളിൽ ഇന്നിപ്പോൾ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. പ്രളയം ആദ്യം ബാധിച്ച റാന്നി നഗരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. കഴിഞ്ഞ 6 ദിവസമായി പത്തനംതിട്ടയെ ആശങ്കയിലാഴ്ത്തിയ പ്രളയഭീതിക്കാണ് ഒടുവിൽ ശമനമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ബോട്ടുകളും വള്ളങ്ങളും മാത്രം സഞ്ചരിച്ചിരുന്ന ആറന്മുളയിലെയും തിരുവല്ലയിലെയും റോഡുകൾ ഇന്ന് പൂർണ്ണമായും ഗതാഗതയോഗ്യമായി. ആറന്മുള സത്രക്കടവിലും കൊഴിപ്പാലത്തും ഉണ്ടായിരുന്ന വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു. നിലവിൽ അപ്പർ കുട്ടനാടൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ട് ബാക്കിയുള്ളത്. കിഴക്കൻ വനമേഖലയിൽ അടക്കം മഴ മാറി നിന്നതോടെ ജില്ലയിലെ എല്ലാ ഡാമുകളിലെയും ജലനിരപ്പ് താഴുകയും അലർട്ടുകൾ പിൻവലിക്കുകയും ചെയ്തു. പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളും ഇനിയും ആവശ്യമായി വന്നാൽ തിരിച്ചെത്തുമെന്ന ഉറപ്പോടെ മടങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ഭൂരിഭാഗം ആളുകളും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വെള്ളമിറങ്ങിയതോടെ സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് വീടുകളും പൊതുനിരത്തുകളും വൃത്തിയാക്കുന്ന തിരക്കിലാണ്. എന്നാൽ വീടുകളിലേക്ക് മടങ്ങുന്ന ദുരിതബാധിതർക്ക് ഇനിയുള്ള ദിവസങ്ങൾ വലിയ വെല്ലുവിളിയുടേതാണ്. കേടായ ഗൃഹോപകരണങ്ങൾ നന്നാക്കുക, മലിനമായ കിണറുകളും ശുചിമുറികളും ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമാക്കുക തുടങ്ങിയ ഭാരിച്ച ജോലികളാണ് ഇനി അവർക്ക് മുന്നിലുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.